ചാനൽ സൾട്ട് ആൻഡ് പേപ്പർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പ്രിന്റിംഗ് വർക്കാണ്. അതെങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ക്ലോത്തിൽ ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. വളരെ ഒരു ഈസി മെത്തേഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിക്കോ. നിങ്ങൾ ഓർക്കുക ഇത്ര ഉള്ളായിരുന്നു എന്ന് ഓർക്കും. അപ്പോൾ ആ ഒരു വർക്കായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളിത് കണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോഴേക്ക് അവിടെ ഇരിക്കുന്ന കണ്ടതാ ഡെയ്സി പ്ലഞ്ചർ കട്ടേഴ്സ്. ഇത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ബേക്കിംഗ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇതിനകത്തൊരു അച്ചു പോലെയാണ്. നമ്മുടെ മാവേലൊക്കെ ഇത് പ്രസ് ചെയ്ത് ആ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിച്ചു. ഞാൻ ഓർത്തപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ ഡ്രസ്സിൽ. അത് വളരെ എളുപ്പമായിരിക്കുമല്ലോ. പൊട്ടും അറിയാൻ ഏതൊർക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കുമല്ലോ എന്നൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇവനെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതിൽ 3 ഷേപ്പാണുള്ളത്, 3 വലിപ്പത്തിലാണുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏറ്റവും ചെറുതാണ് ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്കിത് നാട്ടിലും കിട്ടുന്നു. വളരെ വിലക്കുറവ് തന്നെയാണ് കേട്ടോ. ഇത് വെറും 1 പൗണ്ടേ ആയുള്ളൂ ഇവിടെ വാങ്ങാൻ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഏറ്റവും ചെറുതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഫ്ലവേഴ്സ് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് നമ്മുടെ ക്ലോത്ത്സിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. ഓക്കെ, നോക്കിക്കേ, ഇതിൻ്റെ വീട്ടിലിടുന്ന ഒരു ടോപ്പാണ്. എന്തായാലും ഇതേ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത് നോക്കാൻ പോവാണ്. ഈ ഫാബ്രിക്ക ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഫാബ്രിക്കിൽ തന്നെ ഗ്ലിറ്റർ ഗ്ലൂ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ പെയിൻറ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുണിയുടെ അടിയിൽ കട്ടിയായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ താഴത്തെ തുണിയൊന്നും പിടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാനിവിടെ ഇതാണ് ഞാൻ എന്തായാലും ഈ തുണിയുടെ അടിയിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ സംഭവം. ഓക്കെ, ഇതുണ്ടോ? ഞാൻ ഇതിലേക്ക് ഈ കുറച്ച് ഗ്ലൂ, ഇത് ഗ്ലിറ്ററോടുള്ളൊരു ബ്ലൂ കളറിലെ ഗ്ലൂ ആണ് കേട്ടോ. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചെറിയ ടൈപ്പിലാണ് ഇത് കേട്ടോ. ഇതിനകത്തൊരു ജസ്റ്റ് മുക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ അമക്കി എടുക്കുന്നില്ല. എനിക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ കിട്ടിയാൽ മതി. നിങ്ങൾ ആദ്യം ഒന്ന് മുക്കി എടുക്കുക. ഇതുപോലെ മുക്കി. അപ്പം ഞാനിത് ശരിയാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു വൈറ്റ് തുണിയിലോട്ട് ഇത് നോക്കിയേ, ഇതെങ്ങനെ നന്നായിട്ട് വരുമെന്ന് ജസ്റ്റ് മുക്കിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുമ്പോഴും ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇനി പടന്നൊക്കെ വന്നെങ്കിൽ എന്നെ എടുക്കും. സ്ട്രെയിറ്റ് ആയിരിക്കണം നിങ്ങൾ വെക്കേണ്ടതാ കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ പൊക്കാം. കണ്ടോ, നമുക്കിതുപോലൊരു ഡിസൈൻ കിട്ടി കണ്ടോ. ഇതുപോലെ നമുക്ക് നല്ല നല്ല ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം ഒന്ന് മുക്കിയെടുത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ തുണിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ എത്രമാത്രം അത് വിസിബിൾ ആവും എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ലൂസ് ചെയ്യാനില്ലല്ലോ അല്ലേ. ഓക്കെ, ദൈവമേ ശരിയാവണേ. ഇതുപോലെ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം എന്താവുന്ന. വാവ്, ഞാൻ വിചാരിച്ചാലും ബ്യൂട്ടിഫുൾ ആയിട്ട് തുണിയാൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഒരു ഫ്യൂ സെക്കൻഡ്സ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ പൊക്കിക്കെടുക്കാം. വാവ്, പൊന്നെങ്ങനെ ഉണ്ടടാ? ഗുഡ് 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 ഗുഡ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ടോ? എന്നെ എളുപ്പമാണ് നോക്കി. ഒരു വർക്കും ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയുന്നവർക്കും ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ പെയിൻറ്റുകൾ കടയിൽ വാങ്ങാൻ കിട്ടും, ഫെവിക്രിലിൻ്റെ വാങ്ങാൻ കിട്ടും. അതൊരിക്കലും കളർ ഇളകി പോകത്തില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പണ്ടൊക്കെ നമ്മൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ പ്രിൻറ്റിംഗ് വർക്ക് ചെയ്ത സമയത്ത് ഈ വെണ്ടയ്ക്ക അല്ലെങ്കിൽ പൊട്ടാറ്റോയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടായിരുന്നു ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോക്കിക്കേ, ഇപ്പോൾ അച്ചുകളും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ ഇതെന്ന് വെച്ചാൽ സില്ലിയാണ്. നമുക്ക് ആർക്കും ചെയ്തെടുക്കുക. ഇത് ഗ്ലിറ്ററോടെ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ പറഞ്ഞേ? ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്ര ഭംഗിയായിട്ട് ഇത് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല. ഇത് നല്ല ഗ്ലിറ്റേഴ്സും ഉണ്ട്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചാൽ പോലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് ഷെയ്ഡ് കൊടുക്കുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ കളറുകൾ കൊടുക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലവറിന് അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേകത തോന്നില്ല. അതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളിത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവനുമാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് വരത്തക്ക രീതിയിൽ ഞാൻ ഇട്ട് കാണിക്കും എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഓൾറെഡി അതെല്ലാം ഉണ്ട് ഡിസൈൻ. ഞാൻ ഇതിനകത്തൊന്ന് വരച്ചേക്കാം. ഇതിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാം. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഞാനിതിന് ഇതുപോലൊരു ഡിസൈൻ ഇപ്പം ഞാൻ കൊടുത്തേക്കുവാണ്. കാരണം ഇതിൻ്റെ അകത്തത്തെ ആ പെറ്റൽസ് മാത്രം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ബ്ലൂ കളറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നടുഭാഗത്ത് നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുത്തെടുക്കാം. ഞാൻ ഇതിനകം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗ്ലിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഗ്ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലിറ്ററുകൾ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അതിൻ്റെ നടുക്കോട്ട് നമുക്ക് ശകലം കൈ കൊണ്ടെടുത്തൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് നിൽക്കും ആ ഗ്ലിറ്റർ. പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾ കണ്ടോ ഇത്? ഞാൻ ഇതിന് മാത്രമേ ഇത് കൊടുത്തുള്ളൂ. പൊന്നിന് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഞാൻ ഓർത്തു ലൈറ്റായിട്ടിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് മാത്രം ഒരു പൊട്ട് പോലെ ഞാൻ എല്ലാത്തിനും നടുക്ക് വെച്ച് കൊടുത്തു. ഇത് ഗ്ലിറ്ററോടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ ഗ്ലിറ്ററിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്ജുകൾ, ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ എഡ്ജസ് ഇച്ചിരിയും കൂടെ നിങ്ങൾക്ക് ബ്രൈറ്റനപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ പെയിൻറ്റിലൊന്ന് മുക്കിയിട്ടിന് ശരിക്കും പിടിക്കാത്ത സ്ഥലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് വലിയ പണിയൊന്നുള്ള കാര്യമൊന്നുമില്ല. അത് എന്നെ എളുപ്പം നോക്കി അറ്റം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഭയങ്കര എളുപ്പം. ഇതിൻ്റെ പല ഡിസൈൻസ് കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്കിപ്പോൾ ഷോളുകളായാലോ സാരിയിലൊക്കെ കോട്ടൺ സാരികളായാലോ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല രസമായിരിക്കും ഇത് ചെയ്ത് വരുമ്പോഴേക്കും. നമ്മുടെ ഷോളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് ഓർത്ത് നോക്കി, നല്ല രസമല്ലേ? സിമ്പിൾ തുണി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സോ റൈൻ സ്റ്റോൺസോ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ കളക്ഷൻസ് ഓഫ് എന്നതാ നമ്മുടെ സീക്വൻസുകളുണ്ട്. അതെന്തായാലും ഈ ഒരു കളർ ലൈറ്റ് കളർ ഞാനിവിടെ വെച്ച് കൊടുക്കാൻ പോവാണ്. അതെങ്ങനെ വരും നമുക്കത് കണ്ടു നോക്കാം. ജസ്റ്റ് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിക്കാവുന്നുള്ളൂ, ഫാബ്രിക് ഗ്ലൂ. നിങ്ങൾക്ക് ഏത് ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതുപോലൊരു ബ്രഷിലെടുത്തിട്ട് വെച്ചു ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇതുപോലെ മുഴുവൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ മുഴുവൻ സീക്വൻസ് ഇപ്പം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.